ഇറാനിൽ അതിശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേലും അമേരിക്കയും. ടെഹ്റാനിൽ സ്ഫോടന പരമ്പര. ഇറാനിൽ മരണം 555. ഖമനേയിയുടെ ഭാര്യ മരിച്ചെന്ന് ഇറാൻ മാധ്യമങ്ങൾ. നതാൻസ് ആണവ നിലയം അമേരിക്ക ആക്രമിച്ചെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ തെളിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇറാൻ. ലക്ഷ്യം കാണും വരെ സൈനിക നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഇറാൻ. ഒമാൻ തീരത്തെ കപ്പലാക്രമിച്ചതിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു, 2 പേരെ കാണാതായി. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുവൈറ്റിൽ തകർന്നു വീണു. സൗദിയിലെ അരാംകോ റിഫൈനറിയിൽ ആക്രമണം. LNG ഉൽപാദനം നിർത്തി ഖത്തർ. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലബനനിൽ 31 മരണം. ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ അതീവ ആശങ്കയറിയിച്ച് കേന്ദ്രം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് മോദി ആശങ്കയറിയിച്ചു. UAE ആക്രമണത്തിൽ അപലപിച്ചു മോദി. ഗൾഫ് രാജ്യങ്ങളിലെ SSLC+2 പരീക്ഷകൾ മാറ്റി. പുതിയ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. വ്യോമഗതാഗതം ഭാഗികമായി തുറന്ന് UAE. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റി ദേവസ്വം ബോർഡ്. 2019 സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ തിരുത്തും. ആചാരം സംരക്ഷിക്കുമെന്ന് ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ ഹാജരാക്കാത്തതിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ M സ്വരാജിന്റെയും MM മണിയുടെയും പേരുകൾ വെട്ടി CPM. 3 ടേം വ്യവസ്ഥ കർശനമാക്കി CPI. 6 സിറ്റിംഗ് MLA-മാർക്ക് ഇത്തവണ സീറ്റില്ല. LDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നു. 13 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കേരള കോൺഗ്രസ്. പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി മത്സരിച്ചേക്കും. 17,000 കോടി രൂപയുടെ യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും കാനഡയും. പ്രതിരോധ സമുദ്ര സുരക്ഷാ മേഖലകളിൽ സഹകരണം ശക്തമാക്കും. കനേഡിയൻ സർവകലാശാലകൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങും. ഭീകരവാദം, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിക്കാനും ധാരണ.